ഹായ്, നമ്മൾ ഇന്നിപ്പോൾ ഒരു കെരാറ്റിൻ സ്പാ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ ഹെയർ കുറച്ച് ഫ്രിസിയാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഹെയർ സ്പായാണ് കെരാറ്റിൻ സ്പാ. സ്പാ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, പക്ഷേ ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് കെരാറ്റിൻ സ്പാ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ സ്പാ ചെയ്തതിന് ശേഷം ഈ ഹെയറിൻ്റെ എൻഡ്സിലോട്ട് വരുമ്പോൾ ഒന്ന് തിരിഞ്ഞ് ഹെയറിൻ്റെ എൻഡ്സിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കിന് ഈ ഒരു ഭാഗം നമ്മൾ കെരാറ്റിൻ പ്രോഡക്റ്റും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് എന്താ പറയുന്നത് ഒന്ന് എമൽസിഫൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനുശേഷം കസ്റ്റമറിന് പ്രിഫർ ചെയ്യുകയാണ് അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ബ്ലോ ഡ്രൈ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രിസിനെസ് ഒന്ന് കൺട്രോൾഡായി നിൽക്കും. ഹെയർ സ്പായിൽ കുറേ പേര് പ്രിഫർ ചെയ്യുന്നൊരു സ്പായാണ്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കെരാറ്റിൻ സ്പാ കഴിഞ്ഞിട്ടുണ്ട്. ഹെയറിൻ്റെ ഫ്രിസിനെസ് ഒക്കെ ഒന്ന് കൺട്രോൾഡായി നമ്മൾ പ്രോപ്പറായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഫിനിഷിൽ കിടക്കുന്നത്. ഇല്ലെങ്കിലും നമ്മൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് പ്രോപ്പർ ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അയണിങ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് കെരാറ്റിൻ സ്പായുടെ പ്രോപ്പർ റിസൾട്ട് കിട്ടുക. ഇതിനെയും നമുക്ക് ആ ഫ്രിസിനെസ് കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നല്ല സർവീസ് ആയിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒരുപാട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇപ്പോൾ ഇടയ്ക്ക് മന്ത്ലി ചെയ്തത് നല്ലതായിരിക്കും. താങ്ക് യു.